പ്രീതിയില്ലേ? ഉണ്ട് സാർ, വിളിക്കാം. ഐ എം സോറി. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും മനപ്രയാസങ്ങളും മനസ്സിലാക്കാതെ ഞാൻ പെരുമാറിപ്പോയിട്ടുണ്ട്. മുഖം നോക്കാതെ, ശുപാർശ കേൾക്കാതെ സത്യസന്ധമായി കേസ് അന്വേഷിക്കാൻ ചുണയുണ്ടോ എന്ന് ചോദിച്ചില്ലേ പ്രീതി? ഞാൻ ഏറ്റിരിക്കുന്നു. ഐ ടേക്ക് ദ ചാലഞ്ച്. പ്ലീസ്. പ്രീതി തന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു. കൊലയാളി ഇന്നയാളാണെന്നും പ്രേരണ ഇന്ന സോഴ്സിൽ നിന്നാണെന്നും അതിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഊഹം തെറ്റായിക്കൂടെ? ഞാൻ എഴുതിയത് മുഴുവൻ സത്യമാണ് സാർ. സത്യത്തിന് പല മുഖങ്ങളുണ്ടല്ലോ. പ്രീതിയുടേത് ഒരു വേർഷം മാത്രമാണ്. വർഷങ്ങളായിട്ട് എനിക്ക് എന്റെ കമ്മീഷണർ അറിയാം. ഒരു മേലുദ്യോഗസ്ഥൻ എന്നതിൽ കവിഞ്ഞ അടുപ്പം എനിക്ക് അദ്ദേഹമായിട്ടുണ്ട്. ആ ആളിനെ വിശ്വസിക്കേണ്ട കാര്യമില്ല. പ്രീതിയുടെ അച്ഛനുമായി പിണങ്ങാനുണ്ടായ കാരണം കമ്മീഷണർ എന്നോട് പറഞ്ഞു. എന്റെ അച്ഛൻ കള്ളക്കടത്തുകാരനാണെന്നല്ലേ? അന്ന് ഈ വീട്ടിൽ വെച്ച് പിടിച്ച സ്വർണം ഞങ്ങളുടേതാണെന്നും പറഞ്ഞു കാണും. മേലുദ്യോഗസ്ഥന്റെ വാക്കുകളല്ലേ സാറ് വിശ്വസിക്കൂ? മറിച്ച് തെളിയിക്കാൻ സാക്ഷികളില്ല. സഹായിക്കാനുണ്ടെന്ന് കരുതിയവർ തന്നെ ഈ കള്ളം പ്രചരിപ്പിക്കുമ്പോൾ സത്യം ഒരിക്കലും പുറത്തു വരില്ല. സാർ ഇവിടേക്ക് വരുമെന്ന് കരുതിയതല്ല. കണ്ടപ്പോ ആശ്വാസമായിരുന്നു, ഒരു പുതിയ ജീവൻ കിട്ടിയതുപോലെ. പക്ഷെ ഇനി എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പരാതിയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പ്രീതിയുടെ മൊഴിയെടുക്കാനാണ് ഞാൻ വന്നത്. പറയും. ടിക്രൂസ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഭീഷണിപ്പെടുത്തിയ കാര്യം പലതവണ ഞാൻ കമ്മീഷനെ കണ്ട് പറഞ്ഞു. അദ്ദേഹം ഒഴിഞ്ഞു മാറി. അച്ഛൻ മരിച്ചപ്പോഴും ഞാൻ സഹായത്തിന് വേണ്ടി ആദ്യം ചെന്നതും കമ്മീഷന്റെ അടുത്തേക്കായിരുന്നു. വീട്ടിലും ഓഫീസിലും എന്നെ കടത്തിവിട്ടില്ല, കാണാൻ അനുവദിച്ചില്ല. പലരെയും കോണ്ടാക്ട് ചെയ്തു, ഫലം ഉണ്ടായില്ല. അച്ഛൻ്റെ അഡ്വക്കേറ്റ് പോലും എൻ്റെ വാക്കുകൾ വിശ്വസിച്ചില്ല. ഒടുവിലാണ് ഞാൻ സാറിനെ ക്വാർട്ടേഴ്സിൽ വന്ന് കാണുന്നത്. അതിലും എനിക്കുണ്ടായ അനുഭവം. അത് മറന്നേ പ്ലീസ്. ഈ ടിക്രൂസിന്റെ മുഴുവൻ പേരെന്താ? പറയ്. ടിക്രൂസ് പെരേര. അകത്തെങ്ങനെ, സുഖമാണോ? വാടാ. എന്താ കൂട്ട? സത്യരാജനെ കൊന്നതിനല്ലേ സാർ അകത്തായത്? അവന്റെ ആളുകൾ എന്തോ പെറ്റി കേസ് ഉണ്ടാക്കി ഇതിനകത്ത് കയറിയിട്ടുണ്ട്. സാറിനെ ജീവനോട് പുറത്തുവിടില്ലെന്നാ അവര് പറയുന്നത്. സൂക്ഷിക്കണം. കൊള്ള, കൊല എന്നീ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടവൻ പലതവണ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ ചിലത് വലിയ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടവയാണ്. ഈ പുള്ളി കുറ്റകൃത്യം കഴിഞ്ഞാൽ കടലിൽ ഒളിക്കുകയാണ് പതിവ്.
വല്ലപ്പോഴും കരയിൽ വരും. അവിടെ അയാൾക്ക് പല താവളങ്ങളുണ്ട്. സാർ ഒരു സംശയം. വേണ്ട. ഇവിടെ ഏതെങ്കിലും താവളം ഉമറിനറിയോ? എന്താടാ ഇവിടെ ബിക്രൂസ് ഉണ്ടെന്ന് ചോദിക്കുന്നു. തല്ലി ഓടിക്കണവന്മാരെ. ഹെറോയിൻ. അതിന് ഫോറിൻ മാർക്കറ്റിൽ കിലോവിന് 1 കോടിയിലേറെ രൂപ വിലയുണ്ടെന്ന് സഹദേവൻ അറിയാമോ? എന്തിനാ അവനെ അവിടെ കൊണ്ടിരുത്തി? ബോട്ട് എടുക്കാൻ ഇത്ര സേഫായ സ്ഥലം വേറെ ഇല്ല. സേഫ്റ്റി. ഈ കടപ്പുറത്ത് നിങ്ങൾക്ക് സ്വാധീനമുണ്ടെന്ന് പറഞ്ഞു. മന്ത്രിമാർ വരെ നിങ്ങളുടെ പോക്കറ്റിലാണെന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞില്ലേ? പണം നഷ്ടപ്പെടുന്നതിലല്ല, ഈ പൊടി വരുന്നത് എവിടുന്നാണെന്ന് പുറത്തറിഞ്ഞാൽ എല്ലാം തീരും. അങ്ങനെ വരില്ല മാഡം. എനിക്കൊരു അവസരം തരൂ, ഞാൻ ശരിപ്പെടുത്താം. മേ ഐ കം ഇൻ സർ? യെസ് കം ഇൻ. എന്താ ബൽറാം? സാറിനറിയില്ലേ? ഓ, ഇന്നലെ നിങ്ങൾ പിടിച്ച ആ ഞൊണ്ടിക്കാൽ അയാളെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് വിട്ടുകൊടുത്തു. അവരല്ലേ ഈ ഡ്രഗ്സ്? അതെനിക്കറിയാം. കൃഷ്ണ ജുവലേഴ്സ് മർഡർ കേസിന്റെ എൻക്വയറി എന്നിൽ നിന്നും മാറ്റി എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെ അതിന് കൊള്ളാത്തത് കൊണ്ട്. പൗരസംഘം സെക്രട്ടറി ആ സഹദേവൻ തന്ന പരാതിയെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ? ഇന്ന് വരെ ഒരു കേസെങ്കിലും ചാർജ് ചെയ്തോ? അന്വേഷിച്ചു. ചാർജ് ചെയ്യാത്തത് പരാതി കള്ളമാണെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ടാണ്. അതിൽ പറയുന്ന പ്രധാന കുറ്റവാളി കുഞ്ഞിക്കോയ തങ്ങൾ സംഭവം നടക്കുന്നതിന് 1.5 മാസം മുമ്പ് ഹജ്ജിന് പോയിട്ട് അന്നത്തെ ആ ടണൽ അപകടത്തിൽ മരിച്ചു എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. മറ്റൊരാൾ വെല്ലൂർ ആശുപത്രിയിൽ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് കിടപ്പിലാണ്. സഹദേവന്റെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ അയാൾ പോലീസിന് ആയുധമാക്കുകയാണ്. നമ്മളെന്തിന് വഴി കൊടുക്കണം സാർ? ഒരു കള്ളുമാറ്റുകാരൻ നാറിയുടെ താളത്തിനൊത്ത് തുള്ളുന്ന ചണ്ടികളാണോ പോലീസുകാർ? സമയവും സന്ദർഭവും നോക്കാതെ ആരോട് എന്തും പറയുന്ന തന്റെ ഈ വൃത്തികെട്ട നാക്ക് ആദ്യം അടക്കണം. കുറെയായി ഞാനിത് സഹിക്കുന്നു. ഒരു മേലുദ്യോഗസ്ഥന്റെ നിലവിട്ട് തന്നോട് അടുത്തതും സ്വാതന്ത്ര്യം അനുവദിച്ചതും ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് സിമ്പതി. സർവീസിൽ എനിക്ക് താൻ അനുഭവിച്ച കഷ്ടത ഓർത്ത്. വേണ്ട സാർ, ഈ തരത്തിലാണെങ്കിൽ സാറിന് സിമ്പതി എനിക്ക് വേണ്ട. എനിക്ക് വേണം. ജനങ്ങളുടെ, സർക്കാരിന്റെ, താൻ കള്ളവാറ്റുകാരനെന്ന് പുച്ഛിച്ച ആ സഹദേവന് നാട്ടിലും പാർട്ടിയിലും ഗവൺമെന്റിലുള്ള ഇൻഫ്ലുവൻസ് എത്രയാണെന്ന് അറിയോ തനിക്ക്? അയാളോട് പിണങ്ങി നാളെ ഈ കുപ്പായ ഊരി വെച്ച് വല്ല ഡിറ്റർജന്റ് ഫാക്ടറിയുടെയോ സിറാമിക് കമ്പനിയുടെയോ കാവൽപുരയിലേക്ക് പോകാൻ എനിക്ക് മനസ്സില്ല. മനസ്സിലായോ തനിക്ക്? സർ, അല്ലെങ്കിൽ കൃഷ്ണ ജുവലേഴ്സ് കൊലക്കേസ് അന്വേഷണം മാറ്റിയതിൽ താൻ എന്തിനിത്ര എക്സൈറ്റഡ് ആവുന്നു? ആ പിള്ളയുടെ മകളുമായി അടുക്കാനുള്ള അവസരം ഞാൻ മുഖാന്തരം നഷ്ടപ്പെട്ടുകൊണ്ടാണോ? സാർ, യു മേ ഗോ. സാർ എനിക്ക് യു ഗെറ്റ് ഔട്ട്.
SM ഷാ, ഇന്ത്യയിൽ നിന്ന് ചാടിപ്പോയ ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ സയ്യദ് മുഹമ്മദ് ഷാ. സാറ് കേട്ടിട്ടില്ലേ? ഉവ്വ്. ആദ്യമായിട്ടാണ് ഫോട്ടോ കാണുന്നത്. ആള് സുന്ദരൻ. വൃത്തികെട്ടത് അയാളുടെ പ്രവൃത്തിയാണ്. ഷാ ഗൾഫിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. വിമാനം ഇറങ്ങി വരുന്ന ഫോട്ടോയാണ് സാറിനെ കാണിച്ചത്. നമ്മളൊന്ന് മനസ്സ് വെച്ചാ പുള്ളിയെ കൈയോടെ പിടിക്കും. എന്തിന്? സാറെന്താ ഒന്നും അറിയാത്ത പോലെ? സ്വർണ്ണക്കടത്തും മയക്കുമരുന്ന് ഇടപാടും അടക്കം ബോംബെയിലും ഡൽഹിയിലും നടന്ന നിരവധി കൊലക്കേസുകളിലും പ്രതിയാണ് അയാൾ. പത്രത്തിൽ വായിച്ച അറിവായിരിക്കും. ഈ ഷായിക്കെതിരായി നമ്മുടെ ജൂറിസ്ഡിക്ഷനിൽ വല്ല കേസുണ്ടോ? ആൾ പിടികിട്ടാപ്പുള്ളിയാണെന്ന് രാജ്യത്തെ ഏതെങ്കിലും ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സെന്ററിൽ നിന്ന് വല്ല നിർദ്ദേശവും കിട്ടിയിട്ടുണ്ടോ? ഇനി താൻ പറഞ്ഞ തരത്തിൽ ഷാ കുറ്റക്കാരനാണെങ്കിൽ തന്നെ വിമാനം ഇറങ്ങിയ അയാളുടെ പാസ്പോർട്ട് പരിശോധനയും സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞല്ലേ പുറത്തുവിട്ടിരിക്കുക? ഈ പരിശോധിച്ചവരൊക്കെ വിട്ടികളാണെന്നാണോ? അല്ലെങ്കിൽ കസ്റ്റംസും എക്സൈസും CBI അടക്കമുള്ള പോലീസ് വകുപ്പിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പരസ്യമായി വന്നിറങ്ങിയ ഇവനെ കുറിച്ച് അറിഞ്ഞു കാണില്ലേ? അവരെന്തുകൊണ്ട് നടപടിയെടുത്തില്ല? അത് ഷായുടെ പണത്തിന്റെ സ്വാധീനത്തിന്റെ ശക്തി ഉണ്ടാവും സർ. അത്രയ്ക്ക് ശക്തനായ ഒരുത്തനെ തനിക്ക് എന്ത് ചെയ്യാനോ കൂടൂ? സർ, ഞാനത് ചെയ്ത് കാണിക്കാം. നോ, യു കാൺ ഡു എനിത്തിങ്. താൻ വെറും ഒരു CI ആണെന്ന് ഓർക്കണം. സർക്കിൾ ഇൻസ്പെക്ടർ. ആ വൃത്തത്തിനുള്ളിൽ നിന്നാ മതി. മേലിൽ ഇത്തരം വിഡിതം പറഞ്ഞുകൊണ്ട് എന്റെ സമയം കളയാൻ വരരുത്. പൊയ്ക്കോ. Sir, Indra did tell me about you.
ദാക്ഷായണിയസെ പറഞ്ഞ അറിയുന്നത് ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടും സാറിങ്ങനെ തനിച്ച് പലതും പറ്റിയിരുന്നെങ്കിലോ? പരിവാരത്തോടെ പുറപ്പെട്ടു വരുമ്പോഴേക്കും ഇവൻ മുങ്ങിയിരിക്കും, പിന്നെ കണ്ടെന്ന് വരില്ല. നിന്റെ ബലമൊന്നും വാസിന്റെ അടുത്ത് വേണ്ട, കൈ കാണിക്കട. സൂക്ഷിക്കണം, സ്റ്റേഷനിൽ എന്റെ ഷെൽഫിൽ വെച്ചേക്കും. സാർ